Dear students, next we can see the second part of human health and diseases, this human immune system. So what is human immune system? It is a system that gives immunity to the body by recognizing, responding and remembering foreign antigens. നമ്മുടെ ബോഡിക്ക് പ്രതിരോധ ശേഷി നൽകുന്ന സിസ്റ്റമാണ് ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം. എങ്ങനെയാണ് പ്രതിരോധ ശേഷി നൽകുക? റെക്കഗ്നൈസ് ചെയ്യും, ഒരു ഫോറിൻ ബോഡി ഉള്ളിൽ എൻ്റർ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അതിന്. ദെൻ അത് പ്രതികരിക്കും, റെസ്പോണ്ട് ചെയ്യും. അതാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ദെൻ റിമെമ്പറിങ് ഫോറിൻ ആൻറ്റിജൻസ്, ഒരിക്കൽ വന്ന ഫോറിൻ ആൻറ്റിജൻ ആണെങ്കിൽ അതിനെ ഓർത്ത് വെക്കാൻ സാധിക്കും. മെമ്മറി എന്നൊരു ഒരു പ്രിൻസിപ്പിളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കഴിവുകൾ നമ്മുടെ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ട്. ആ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിക്ക് പ്രതിരോധ ശേഷി നൽകുന്നു. ദെൻ ഇറ്റ് പ്ലേസ് റോൾ ഇൻ അലർജിക് റിയാക്ഷൻ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ബോഡിയിൽ ഇപ്പോൾ അലർജി വരുന്ന സമയത്ത്, ഇനി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ സെൽസിനെ നശിപ്പിക്കുന്ന ഒരു ഡിസീസാണത്. ആ സമയങ്ങളിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഒക്കെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് റോളുണ്ട്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ലിംഫോയിഡ് ഓർഗൻസ്, ടിഷ്യൂസ്, സെൽസ് ആൻഡ് ആൻറ്റിബോഡീസ്. ഇപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്, ടിഷ്യൂസ് ഉണ്ട്, സെൽസ് ഉണ്ട്, ആൻറ്റിബോഡീസ് ഉണ്ട്. ദെൻ നൗ വി ക്യാൻ സി lymphoid organs. These are the organs where origin, maturation and proliferation of lymphocytes occur. Lymphoid organs are two types: primary lymphoid organs and secondary lymphoid organs. ഈ lymphoid organsലാണ് lymphocytes originate ചെയ്യുന്നത്, മെച്ചുവർ ആവുന്നത്, പിന്നെ അതിൻ്റെ വളർച്ച ഉണ്ടാവുന്നത്. രണ്ട് തരത്തിലുള്ള lymphoid organs ഉണ്ട്: primary lymphoid organ and secondary lymphoid organ. So first we can see what is a primary lymphoid organ. The organs where lymphocytes are matured and differentiated to antigen sensitive lymphocytes. ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിലാണ് ലിംഫോസൈറ്റ്സ് മെച്ചുവർ ആവുന്നത്, ആൻറ്റിജനെ ഡിഫെൻഡ് ചെയ്യാൻ പാകത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്ചുവർ ആവുന്നത്. ദെൻ രണ്ട് തരത്തിലുള്ള പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. They are bone marrow and thymus. Bone marrow ആണത്, മജ്ജ എന്ന് പറയുന്നത്. ദെൻ തൈമസ് യു ഹാവ് സ്റ്റഡീഡ്. തൈമോസിൻ എന്ന ഹോർമോൺ ഉണ്ടാക്കുന്ന തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡിന് രണ്ട് ലോബ്സ് ഉണ്ട്. സോ ഫസ്റ്റ് ഇസ് ബോൺ മാരോ. ദിസ് ഇസ് സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓൾ ബ്ലഡ് സെൽസ്. എല്ലാ ബ്ലഡ് സെൽസും ഉണ്ടാവുന്നത് ബോൺ മാരോയിലാണ്. ബി ടി ലിംഫോസൈറ്റ്സ് ഒക്കെ അവിടെയാണ് ഉണ്ടാവുക. ഇനി തൈമസ് എന്ന് പറയുന്നത് ഒരു ബൈലോബ്ഡ് ഓർഗൻ, രണ്ട് ലോബ്സ് ഉണ്ട്, റൈറ്റ് ലെഫ്റ്റ് ലോബ് ഉണ്ട്. ബൈലോബ്ഡ് ഓർഗനാണ്, ഹാർട്ടിൻ്റെ അടുത്താണ് അത് കാണുക. ആൻഡ് ബെനീത്ത് ദ ബ്രസ്റ്റ് ബോൺ, നമ്മുടെ റിബ്സിൻ്റെ ഒക്കെ തൊട്ട് താഴെയുള്ള ബോൺസിൻ്റെ അവിടെയാണ് ഇത് കാണുക. ഇറ്റ് ഈസ് ലാർജ് ഡ്യൂറിങ് ബർത്ത്. നമ്മൾ ജനിക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പം വളരെ കൂടുതലായിരിക്കും, പക്ഷെ വളരുന്നതനുസരിച്ച് അത് ചെറുതായിക്കൊണ്ടേയിരിക്കും. ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞാൽ അത് ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. പ്രായമായ ആളുകളിൽ തൈമസ് ഗ്ലാൻഡ് ഡീജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഇമ്മച്വർ ടി ലിംഫോസൈറ്റ്സ് ഫ്രം ബോൺ മാരോ ഈസ് മൈഗ്രേറ്റഡ് ടു തൈമസ് ആൻഡ് മെച്ചുവർഡ്. ബോൺ മാരോയിൽ ഉണ്ടാവുന്ന ഇമ്മച്വർ ആയിട്ടുള്ള ടി ലിംഫോസൈറ്റ്സ് തൈമസ് ഗ്ലാൻഡിൽ എത്തിയിട്ട് അവിടെയാണ് അത് മെച്ചുവർ ആവുക. Now we can see secondary lymphoid organs. The organs to which matured lymphocytes migrate from primary lymphoid organs, interact with antigens and then proliferate to become effector cells. അപ്പോൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ ഉണ്ടായ ലിംഫോസൈറ്റ്സ് മൈഗ്രേറ്റ് ചെയ്ത് ലോഡ് ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. അവിടെയാണ് അവർ ആൻറ്റിജൻസ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അവർ ഇഫക്റ്റർ സെൽസ് ആയിട്ട് മാറുന്നത് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലാണ്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് സ്പ്ലീൻ, ലിംഫ് നോഡ്സ്, ടോൺസിൽസ്, പേയേഴ്സ് പാച്ചസ്. പേയേഴ്സ് പാച്ചസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ളതാണ്, ടോൺസിൽസ് വായുള്ളത്. ദെൻ മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ അല്ലെങ്കിൽ മാൾട്ട് എന്ന് പറയും, അപ്പൻഡിക്സ്. ഇതൊക്കെയാണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. സോ ഫസ്റ്റ് വി ക്യാൻ സി സ്പ്ലീൻ. സ്പ്ലീൻ ഒരു ബീൻ ഷേപ്ഡ് ഓർഗൻ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ലിംഫോസൈറ്റ്സ് ആൻഡ് ഫാഗോസൈറ്റ്സ്. ഇറ്റ് റിമൂവ്സ് എന്താ ഫംഗ്ഷൻ? വോൺ ഔട്ട് ആർ ബി സീസ്. വോൺ ഔട്ട് നശിച്ച ആർ ബി സീസിനെയും ബ്ലഡിൽ വരുന്ന മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ദെൻ ഇറ്റ് ഇസ് എ റിസർവോയർ ഓഫ് എറിത്രോസൈറ്റ്സ് ഇൻ ഫീറ്റസ്. ഫീറ്റസിൽ എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ ആർ ബി സിയുടെ റിസർവോയർ ആണ് സ്പ്ലീൻ. The next secondary lymphoid organ is
ലിംഫ് നോട്ട്സ്, ലിംഫ് വെസൽസിൻ്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ നോട്ട്സ് ആണ് ലിംഫ് നോട്ട്സ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ലിംഫാറ്റിക് സിസ്റ്റം. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? ദ ട്രാപ്പ് മൈക്രോ ഓർഗാനിസംസ് ഓർ അതർ ആൻറ്റിജൻസ്. ബോഡിയിൽ വരുന്ന മൈക്രോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ പെത്തോജൻസിനെ അല്ലെങ്കിൽ പുറമേ നിന്ന് വരുന്ന ഫോറിൻ ബോഡീസിനെയൊക്കെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ബോഡി അതിൻ്റെ റെസ്പോൺസ് കാണിക്കും. അതായത് ആൻറ്റിജൻസ്, ആൻറ്റിബോഡീസിനെ ഉണ്ടാക്കുക, അലർജിയോ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് വരും. ദെൻ നെക്സ്റ്റ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ഈസ് മാൾട്ട്, മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ഓർഗൻ. അപ്പോൾ മ്യൂക്കസ് ലൈനിങ് വരുന്ന സ്ഥലങ്ങളിലാണ് ഇത് കാണുക. അപ്പോൾ ഇറ്റ് ഈസ് കോമൺലി സീൻ വിത്തിൻ ദ ലൈനിങ് ഓഫ് റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ് ആൻഡ് യൂറിനോജെനിറ്റൽ ട്രാക്ട്. ഓൾമോസ്റ്റ് 50% ഓഫ് ലിംഫോ ടിഷ്യൂ ഈസ് മാൾട്ട്. മാൾട്ടിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. The next is immunity. What is immunity? It is the ability of the immune system to fight the disease-causing organism. Immune systemത്തിന്റെ എബിലിറ്റീനെ, എന്തിനു വേണ്ടിയിട്ട് എബിലിറ്റി? ഡിസീസ് കോസിങ് ഓർഗാനിസത്തിനെ ഫൈറ്റ് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. സോ ദർ ആർ 2 types of immunity, innate immunity and acquired immunity. So what is innate immunity? Innate immunity പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ജന്മലാനുള്ള ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അത് നോൺ സ്പെസിഫിക് ആണ്. അത് ഇന്ന അസുഖത്തിനായിട്ടൊരു പ്രതിരോധ ശേഷി എന്നല്ല, നമ്മളെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഇമ്മ്യൂണിറ്റിയാണത്. ജന്മനാ തന്നെ ഒരാൾക്കത് ഉണ്ടായിരിക്കും. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി സഹായകമാകുന്ന 4 തരം ബാരിയേഴ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. അവർ നമ്മുടെ ബോഡിയുടെ അകത്തേക്ക് ഫോറിൻ പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യണത് പ്രിവെൻറ്റ് ചെയ്യും. ഇഫ് ദിസ് ആർ 4 types of barriers: physical barrier, physiological barrier, cellular barrier and cytokine barriers. So first we can see physical barrier. ഇതൊക്കെയാണ് ഫിസിക്കൽ ബാരിയേഴ്സ്. നമ്മുടെ ബോഡിയിലുള്ള സ്കിന്ന്. ദെൻ മ്യൂക്കസ് കോട്ടിങ്, ഈ റെസ്പിറേറ്ററി ട്രാക്സിൻ്റെയും ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെയും യൂറിനോജെനിറ്റൽ ട്രാക്സിൻ്റെയൊക്കെ മ്യൂക്കസ് ലൈനിങ് ഒരു ഫിസിക്കൽ ബാരിയറാണ്. നമ്മുടെ സ്കിൻ ഒരു ഫിസിക്കൽ ബാരിയറാണ്. ദ നെക്സ്റ്റ് ബാരിയർ ഈസ് ഫിസിയോളജിക്കൽ ബാരിയർ. 3 തരം ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. HCl, നമ്മുടെ സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന HCl, ദെൻ സലൈവ, ടിയർ, കണ്ണുനീര്, ഇതൊക്കെ ഒരു ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ്. ദെൻ സെല്ലുലാർ ബാരിയേഴ്സ്, നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സെൽസ് ഉണ്ട്. ദേ ആർ മെയിൻലി WBC ആണ്. ആ WBCയുടെ എല്ലാ വിഭാഗങ്ങളും സെല്ലുലാർ ബാരിയേഴ്സിൽ ഉൾപ്പെടുന്നു. ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ദെൻ ഫാഗോസൈറ്റ്സ്, മാക്രോഫേജസ്, ഇതെല്ലാം അതിൽ പെടും. ഇനി ല്യൂക്കോസൈറ്റ്സിൽ പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് എന്ന ല്യൂക്കോസൈറ്റ്സ് ഉണ്ട്. PMNL എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ദെൻ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ബാരിയർ വിച്ച് ഹെൽപ്സ് ഫോർ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് cytokine barriers. And what is cytokine barriers? The virus infected സെൽസിനെ വൈറസ് ഇൻഫെക്റ്റ് ചെയ്താൽ ആ ഇൻഫെക്റ്റഡ് ആയ സെല്ല് that secrete a protein called interferon. ഇന്റർഫെറോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് പ്രൊട്ടക്ട്സ് നോൺ ഇൻഫെക്റ്റഡ് സെൽസ് ഫ്രം ഫർദർ വൈറൽ ഇൻഫെക്ഷൻ. നോൺ ഇൻഫെക്റ്റഡ് സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, വൈറൽ ഇൻഫെക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർഫെറോണിൻ്റെ ഫംഗ്ഷൻ. സോ ദീസ് ആർ ദ 4 ബാരിയേഴ്സ് which help for or which protect our body from foreign bodies, and these 4 barriers gives us innate immunity. The next is acquired immunity that we can see in the next class. Now all the types of immunities are very important. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയങ്ങളിൽ പറയുന്ന ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കൃത്യമായിട്ട് നോട്ട് ചെയ്തോളുക. അതനുസരിച്ചാണ് ക്വസ്റ്റ്യൻസ് വരെ. എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റ്സ് എല്ലാം നോട്ടിൽ എഴുതുക. സോ നെക്സ്റ്റ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.